നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 3 ഭൃംഗാസുരവധം എന്ന ഭാഗത്തിൻ്റെ തുടർഭാഗം കേൾക്കുക. 34-ാം ദിനത്തിൽ നിഷ്കളങ്കമായ ഒരു ചിരി കേട്ട് ഭൃംഗാസുരൻ നോക്കിയപ്പോൾ ഒരു കോമള ബാലൻ നിൽക്കുന്നത് കണ്ടു. കണ്ട മാത്രയിൽ തന്നെ ഭൃംഗാസുരൻ തൻ്റെ ഘാതകനെ തിരിച്ചറിഞ്ഞു. കാഴ്ചയിൽ ബാലനാണെങ്കിലും ആളൊരു സാധാരണക്കാരനല്ലെന്ന് അസുരന് മനസ്സിലായി. യുദ്ധത്തിനു വേണ്ടിയുള്ള പോർവിളികൾ ഭൃംഗാസുരൻ മുഴക്കി തുടങ്ങി. തുടർന്ന് ലോകത്തെ നടുക്കിക്കൊണ്ടുള്ള ഘോര സംഘടനം തന്നെ അവിടെ അരങ്ങേറി. അസ്ത്രപ്രയോഗങ്ങൾ കൊണ്ട് ഞെട്ടിവിറച്ച കൂളിക്കുന്ത വനവും തികച്ചും സ്തംഭനാവസ്ഥയിൽ ആയി. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ദേവി ദേവന്മാർ സാക്ഷാൽ പരമശിവനോട് അപേക്ഷിച്ചു. വളരെ തുച്ഛമായ പടയാളികൾ മാത്രമുള്ള കുക്ഷിശാസ്താവിന് അവിടുന്ന് മാത്രമാണ് ഇനി ആശ്രയമായിട്ടുള്ളത്. രക്ഷിച്ചാലോ പ്രഭോ. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, 64 കലകൾ പരാശക്തിയിൽ നിന്നും അവന് ലഭിക്കും. കൂടാതെ ത്രിഗുണാത്മകനായ കുക്ഷിശാസ്താവിന് അവൻ്റെ മായാജാലവിദ്യ കൊണ്ട് തന്നെ 336 കുക്ഷിശാസ്താക്കൾ പിറക്കും. കൂടാതെ ആവശ്യമെങ്കിൽ ആ ചാത്തന്മാരെല്ലാം കോടാനുകൂടി ചാത്തന്മാരായി പരിണമിക്കും. ലോകരക്ഷയ്ക്കായി അവർ അവനിൽ തന്നെ കുടികൊള്ളുന്നതായിരിക്കും. അവരുടെ നാമങ്ങൾ സുരമാനുഷാസുര വംശവുമായി ബന്ധപ്പെട്ടിരിക്കും. അതിൽ നിന്നും കുക്ഷിശാസ്താക്കൾ അവന് വേണ്ടി തന്നെ ബ്രഹ്മാസ്ത്രം ഭുജിച്ചു ആത്മഹൂതി ചെയ്യും. അങ്ങനെ ഘോരമായ യുദ്ധം ദിവസങ്ങളോളം നീണ്ടുനിന്നു. പരമശിവന് പ്രവചനത്തിന് ശേഷം കുക്ഷിശാസ്താവിനെ പോലെ കോടാനുകൂടി കുക്ഷിശാസ്താക്കൾ രണഭൂമിയിൽ നിരന്നു നിന്നു. ഇത് കണ്ട് ഭയന്ന് വിറച്ച ഭൃംഗാസുരൻ ബ്രഹ്മദേവന് നൽകിയ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ഓരോ ദിവ്യാസ്ത്രവും കുക്ഷിശാസ്താവൻ രക്തത്തിൽ നിന്നും ഉത്ഭവിച്ച ഓരോ ശാസ്താക്കളും സ്വയം വിഴുങ്ങി ആത്മഹൂതി ചെയ്തു. അങ്ങനെ 10 ശാസ്താക്കൾ കുക്ഷിശാസ്താവിന് വേണ്ടി ആത്മഹത്യാഹം ചെയ്തു. അങ്ങനെ എണ്ണപ്പെട്ട 64 പ്ലസ് 336 ചാത്തന്മാരിൽ നിന്നും 10 കുറഞ്ഞ് 390 കുട്ടിച്ചാത്തന്മാരായി. നന്ദി, നമസ്കാരം. തുടർന്ന് കേൾക്കുക.